Hi students, today we are discussing the after part of the limits, derived properties of limits. Derived properties. നേരത്തെ നമ്മൾ സം റൂള്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, കോൺസ്റ്റൻറ്റ് റൂള് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ജസ്റ്റ് രണ്ട് ഫങ്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡഡ് വേർഷനാണ്. അതായത് assume that the limits on the right hand sides below exist. Then we have അതായത് ലിമിറ്റ് f1 of x, ലിമിറ്റ് ഓരോ ഈച്ച് സിംഗിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തെങ്കിൽ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. നേരത്തെ ഏർലിയർ ഡിസ്കഷനിൽ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് ജി ഓഫ് എക്സ് എക്സിസ്റ്റ്, ദെൻ ഹിയർ ലിമിറ്റ് f1 of x exist, ലിമിറ്റ് f2 of x exist, ലിമിറ്റ് extend to x0 fn of x exist, then this rule നമുക്കിങ്ങനെ ഈ റൂളിനെ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് വൺ എക്സ് പ്ലസ് എക്സ്ട്രാ പ്ലസ് എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് വൺ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് ടു എക്സ് പ്ലസ്, ഇതിങ്ങനെ ലീനിയർ ആയിട്ട് നമുക്ക് സം റൂൾ പോലെ എക്സ്റ്റെൻഡഡ് സം റൂളാക്കി മാറ്റി എഴുതാം. 3 ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് വൺ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് ടു എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് ത്രീ എക്സ് നമുക്ക് മാറ്റി എഴുതാം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് റൂൾ, എക്സ്റ്റെൻഡഡ് പ്രോഡക്റ്റ് റൂൾ, ഇഫ് ദീസ് ലിമിറ്റ്സ് ആർ എക്സിസ്റ്റ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലാ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ ഇത്തരം പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. പ്രോഡക്റ്റ് അതായത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റി എഴുതാൻ പറ്റും. ഇനി കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് സി ഇൻറ്റു എഫ് ഓഫ് എക്സ്, സി ഔട്ട്സൈഡ് എടുത്തു, സി ഔട്ട്സൈഡിലേക്ക് പോയി, ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ്. But this condition, limit extend to x naught f of x, must exist. That is our condition. Now, quotient rule, limit extend to x naught f of x by g of x is equal to limit extend to x naught f of x by limit extend to x naught g of x. But if limit extend to x naught g of x not equal to 0, otherwise this function, this right hand side will be undefined, 1 by 0. Power rule, limit extend to x naught x raised to n is equal to x naught raised to n. That is just direct polynomial ആയതുകൊണ്ട് ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. പ്രോബ്ലം ചെയ്തോളൂ. ഫൈൻഡ് ദി ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 x cube minus 3x square plus 14x divided by x raised to 6 plus x cube plus 2. ഇതാണ് നമ്മുടെ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1-ലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആക്ച്വലി അറ്റ് ദി സ്റ്റാർട്ടിങ് ദിസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 14x ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ്ഡ് ടു 6 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2. Here both are polynomial functions and powers of x, some addition of powers of x. Here look, here actually here limit here exists, so that we can easily compute the limit here. കാരണം extend to 1-ൽ താഴെ വരുമ്പോൾ 0 പോകുന്നുണ്ടോ നോക്കൂ. 1 raised to 6, 1 plus 1 plus 2, that is equal to 4, not equal to 0. So it is defined so that we can easily conclude that this is equal to 1 cube minus quotient rule used here. We just apply the quotient rule, 1 cube minus 3 into 1 square plus 14 into 1 divided by 1 raised to 6 plus 1 cube plus 2, that is equal to 3. നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 14x എന്ന ഫംഗ്ഷനും ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 6 പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 2 എന്ന് പറഞ്ഞ ഫംഗ്ഷനും എടുത്തു. എന്നിട്ട് യൂസ് ക്വോഷ്യന്റ് റൂൾ ആൻഡ് പവർ റൂൾ ആൻഡ് സം റൂൾ ആൻഡ് പ്രോഡക്റ്റ് റൂൾ. യു അപ്ലൈ ഓൾ ദാറ്റ്, വി ഗെറ്റ് ആക്ച്വലി 3. വി ഗെറ്റ് 3. ഇത്രയാണ് ലിമിറ്റ്സിൻ്റെ ഡെറൈവ്ഡ് പ്രോപ്പർട്ടീസും ബേസിക് പ്രോപ്പർട്ടീസും ഒക്കെ കൂടി വരുന്നത്. ബേസിക് പ്രോപ്പർട്ടീസിൻ്റെ ജസ്റ്റ് അഡീഷൻ എക്സ്റ്റൻഷൻ മാത്രമാണ് ഡെറൈവ്ഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സിൽ വരുന്നത്.
The definition of continuity. What is continuity? The literal meaning of continuity. Continuity means ഒരു ബ്രേക്ക് ഇല്ലാതെ പോവുക, തുടർച്ച. A function f of x is said to be continuous at x is equal to x naught if limit x tend to x naught f of x is equal to f of x naught. The left hand portion is actually the limit. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഈ ലിമിറ്റ് പോർഷനും ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻപുട്ടായിട്ട് എക്സ് നോട്ട് ഫംഗ്ഷൻ വാല്യൂയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, ഈ രണ്ട് വാല്യൂയും കൂടി ഈക്വൽ ആയാൽ മാത്രമേ എന്ത് വരൂ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയാൻ പറ്റും. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് ഇഫ് ലിമിറ്റ് എക്സ് ടെൻഡ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, if f of x is continuous at x naught, two things are true. First portion, left hand portion, limit x tend to x naught f of x exists and this limit can be calculated by merely setting x naught is in f of x. If a function is continuous, function continuous ആണെന്നുണ്ടെങ്കിൽ ഒരു നമുക്കൊരു പ്രോബ്ലം തന്നു, ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് ഓൾറെഡി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടുന്നതാണ്. Now we discuss certain functions which are continuous at many or all values of x naught. Instead of specifying specific function x cube minus 3x square plus 14x divided by x raised to 6 plus x cube plus 2. Here it is actually this is a rational function. What do you mean by rational function? Rational functions are in the form of f of x by g of x. Here f of x is equal to x cube minus 3x square plus 14x and g of x is equal to x raised to 6 plus x cube plus 2. ഈ ഒരു ഫോം ആണെന്നുണ്ടെങ്കിലാണ് ആ ഫംഗ്ഷന് റേഷ്യോ ആയിട്ട്, അതായത് രണ്ട് പോർഷൻ്റെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ വരുന്ന ഫംഗ്ഷൻസിനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുക. ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ. Polynomial itself is a rational function because denominator 1 കൊടുത്ത 1 is a constant polynomial. Therefore it is also a rational function. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Continuity of rational functions. Continuity of rational function. If f of x is a polynomial or ratio of polynomials and f of x naught is defined, then limit x tend to x naught f of x is equal to f of x naught. F of x is a polynomial or a ratio of polynomials, that is the rational functions f of x by g of x, and f of x naught is defined. അപ്പോൾ undefined ആയിട്ടുള്ള conditions വരാം. That is equal to 1 by 2x. If f of x is equal to 1 by 2x, it is a rational function, 1 by 2x, but 1 by 2 into 0 is not defined. So this condition must be important. That is, f of x naught is defined, then limit x tend to x naught f of x is equal to f of x naught. If f of x naught is defined, then the continuity of rational function limit x tend to x naught f of x is equal to f of x naught. Yes, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. As an example of the use of continuity of rational numbers, note that calculate limit x tend to 4 1 by 4x minus 2 1 by 4x minus 2. We can now just set x is equal to 4 and get 1 by 14. Here ലിമിറ്റ് എക്സ് ടെൻ ടു 1 by 2 ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, അൺഡിഫൈൻഡ് ആണ്. ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ 1 by 2 അല്ലാത്ത പോയിന്റ്സിലൊക്കെ നമുക്ക് എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട് ആൻഡ് കണ്ടിന്യൂറ്റിയും നമുക്ക് കിട്ടും. ഫംഗ്ഷൻ്റെ വാല്യൂയും ആക്ച്വലി ഈക്വൽ ആയിരിക്കും. ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് വരും. ഇതാണ്
റാഷണൽ ഫംഗ്ഷൻ. നമുക്ക് ഇതിൻ്റെ റാഷണൽ ഫംഗ്ഷൻസ് ഇതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ റാഷണൽ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻ ടു 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ആൻഡ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 2 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് where delta x is a variable. The denominator vanishes when x is equal to 2. Here നോക്കൂ, x is equal to 2. Here it is valid only x not equal to 2 മാത്രമാണ് നമുക്ക് ഈ ഓപ്പറേഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ്റെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് റൂൾ പഠിച്ചു. അതായത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് ഈക്വൽ ആയാൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് അതിനെ നമുക്ക് ഈക്വലാക്കി എടുക്കാൻ പറ്റുമെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഈ ഫംഗ്ഷനെ നോക്കൂ. ഈ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8 ഈസ് ഈക്വൽ ടു, നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ എക്സ് പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 4 എന്ന് മാറ്റി എഴുതി. പക്ഷേ ലിമിറ്റ് രണ്ടും നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻ ടു 2 ഈ ഫംഗ്ഷൻ എടുത്തു. ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആക്ച്വലി 5/6 ആണ്. ഈ ഫംഗ്ഷൻ്റെ എക്സ് ടെൻ ടു 2ൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആക്ച്വലി എക്സ് പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 4 5/6 ആണ്. ദെർഫോർ നമുക്ക് ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ലിമിറ്റും ഇതിൻ്റെ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയും ഈക്വൽ ആണ്. ലിമിറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. Okay, so here we get actually this is a rational function. Then we just replace that rational functions into x plus 3 by x plus 4. If we calculate the limit of this function and this function at x is equal to 2, we get actually 5/6. Therefore by replacement rule നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ അതുവഴി നമുക്ക് എന്തായി, കണ്ടിന്യൂറ്റി നമുക്കിവിടെ അസ്യൂം ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ദ ഡിനോമിനേറ്റർ വാനിഷസ് വെൻ, രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. ഡിനോമിനേറ്റർ വാനിഷ്, ഡെൽറ്റ എക്സ് 0ലേക്ക് പോകുമ്പോൾ ആക്ച്വലി ഈ ഫംഗ്ഷൻ എങ്ങോട്ട് പോകും, 1/0 അൺഡിഫൈൻഡ് ആയിട്ട് മാറുന്നു. ഇനി പക്ഷേ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്താക്കി, ജസ്റ്റ് റീപ്ലേസ്മെൻറ്റ് റൂൾ വെച്ചിട്ട് ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതാൻ പറ്റുമോ നോക്കാം. ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതുന്നതാണ് ആക്ച്വലി ഈ ഫംഗ്ഷൻ ജസ്റ്റ് ഈ ഫംഗ്ഷൻ ആക്കി മാറ്റി എഴുതി. ഡെൽറ്റ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ബൈ സെയിം സാധനം കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സും റീപ്ലേസ്മെൻറ്റ് റൂളും വെച്ചിട്ട് ഫംഗ്ഷൻ എന്തായി, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എല്ലാ ഫംഗ്ഷനെയും നമുക്ക് എങ്ങനെ ആക്കാൻ പറ്റില്ല, പ്രോഡക്റ്റ് റൂളും കോൺസ്റ്റൻറ്റ് റൂളൊക്കെ വെച്ചിട്ട് മാറ്റി എഴുതാൻ പറ്റില്ല. ഹിയർ നോക്കൂ, എക്സ് റേസ് ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിൽ യാതൊരുവിധ ഫോമും ഇല്ലാത്തൊരു ഫംഗ്ഷനാണ്. സോ നമുക്ക് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ എക്സ് ഈസ് പോസിറ്റീവ്, ഗ്രാഫ് വരച്ചാൽ തന്നെ നമുക്ക് അത് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ വി ക്ലെയിം ദാറ്റ് ഇഫ് എക്സ് നോട്ട് ഈസ് പോസിറ്റീവ് ദെൻ എക്സ് ടെൻ ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് നോട്ട്. റൂട്ട് എക്സ് നോട്ടിലേക്കാണ് ഫംഗ്ഷൻ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ that is the function f of x is equal to root x is continuous at x naught. സപ്പോസ് നമുക്കിത് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ആൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ ബൈ ദി പ്രോഡക്റ്റ് റൂൾ ജസ്റ്റ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് റൂട്ട് എക്സ് നമ്മൾ അസ്യൂം ചെയ്തു ലിമിറ്റ് എക്സ് ടെൻ ടു എക്സ് നോട്ട് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റൂൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. therefore this product rule must be limit x ടെൻ ടു എക്സ് നോട്ട് x is equal to x. root x into root x is actually x. പക്ഷേ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ നമ്മുടെ റൂൾ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്, ദാറ്റ് ഈസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്. നൗ എൽ മസ്റ്റ് ബി പോസിറ്റീവ് സിൻസ് റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് വിച്ച് ആർ പോസിറ്റീവ് ആൻഡ് ഓൾ എക്സ് വിച്ച് ആർ ക്ലോസ് ഇനഫ് to x naught are positive. Hence L is equal to root x naught. This limit is consistent with the appearance of the graph of y is equal to root x. എന്തുകൊണ്ടാണ് L must be positive എന്ന് പറയാൻ കാരണം, റൂട്ട് എക്സ് നോക്കൂ, റൂട്ട് എക്സ് ലിമിറ്റ് പോകുന്നത് എങ്ങനെയാണ്, റൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ
എക്സ് നോട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ നെഗറ്റീവ് റൂട്ട് നമ്മൾ യൂഷ്വലി ഇവിടെ അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ എക്സ് നോട്ടിൻ്റെ അവിടെ അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സുകളൊക്കെ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ റൂട്ട് എക്സ് മസ്റ്റ് ബി പോസിറ്റീവ് ആൻഡ് ഓൾ എക്സ് വിച്ച് ആർ ക്ലോസ് ഇനഫ് ടു എക്സ് നോട്ട് ആർ പോസിറ്റീവ്. അതുകൊണ്ടാണ് എൽ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് നോട്ട്, എല്ലും എന്തായിരിക്കണം, പോസിറ്റീവ് എന്ന് പറയാൻ കാരണം ലിമിറ്റിലേക്കല്ലേ പോകുന്നത്. ഒരു ഫംഗ്ഷൻ ലിമിറ്റിലേക്ക്, റൂട്ട് എക്സ് ആണ് ഫംഗ്ഷൻ ലിമിറ്റിലേക്ക് പോകുന്നു, റൂട്ട് എക്സ് ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ എൽ മസ്റ്റ് ബി പോസിറ്റീവ് ആയിരിക്കണം. ദിസ് ലിമിറ്റ് അതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇതാണ് ആക്ച്വലി ഗ്രാഫ് വരും. എക്സ് നോട്ടിനോട് അടുത്ത് പോകുമ്പോൾ ആക്ച്വലി റൂട്ട് എക്സ് നോട്ട് റൂട്ട് എക്സ് ഗ്രാഫ് ഉണ്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എക്സ് നോട്ടിനോട് അടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോകുന്നു നോക്കൂ. എക്സ് നോട്ട് റൂട്ട് എക്സ് നോട്ടിലേക്ക് പോകുന്നു. റൂട്ട് എക്സ് നോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ലിമിറ്റാണ്. ഓക്കെ, അതാണ് ഗ്രാഫിൽ റൂട്ട് എക്സിൻ്റെ കണ്ടിന്യൂറ്റിയെ പറ്റി പറയുന്ന കാര്യം. ഇനി നമുക്ക് ഈ റൂട്ട് എക്സിൻ്റെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു 3 8x² ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് എക്സ് by using the properties of limits and continuity of root x we get limit x tend to 3. നമുക്ക് എന്താക്കി കോഷ്യൻ റൂളാണ്. ഈ 1/√x ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഹിയർ വി പ്രൂവ് ദാറ്റ് f of x is equal to root x is continuous and limit is exists for that function. നമുക്കിനി ഈ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. ബൈ യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് റൂട്ട് എക്സ് വി ഗെറ്റ് ലിമിറ്റ് എക്സ് ടെൻ ടു 3 1 പ്ലസ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 3 1 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻ ടു 3 സം റൂൾ യൂസ് ചെയ്തു. എക്സ് ടെൻ ടു 3 റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഹിയർ ആക്ച്വലി 1 പ്ലസ് റൂട്ട് 3 ആണ് വരിക. ജസ്റ്റ് 1 പ്ലസ് റൂട്ട് 3 ആണ്. ഇവിടെ ജസ്റ്റ് എക്സ് നൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, കാരണം അടിയിൽ ഇവിടെ മാറ്റി 1 പ്ലസ് റൂട്ട് 3 എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 3 8x² ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോഷ്യൻ റൂൾ യൂസ് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻ ടു 3 8x² ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻ ടു 3 1 പ്ലസ് റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × 3² ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് 3. ആക്ച്വലി ലിമിറ്റ് നമുക്ക് കിട്ടി. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ തന്ന ഫംഗ്ഷൻ ഡസ് ലിമിറ്റ് എക്സ് ടെൻ ടു 0 mod x/x എക്സിസ്റ്റ് സിഗ്നം ഫംഗ്ഷനാണ്. അതായത് പോസിറ്റീവ് വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ 1ഉം നെഗറ്റീവ് വാല്യൂസിനൊക്കെ ഫംഗ്ഷൻ -1. ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഇതിൻ്റെ ലിമിറ്റ് എക്സ് ടെൻ ടു 0 f of x നമുക്കൊന്ന് കണ്ടു നോക്കാം. The function in question has the value 1 for x greater than 0 and -1 for x less than 0. For x is equal to 0 function is undefined. കാരണം ബൈ x ആണ് വരുന്നത്. നമുക്ക് ലിമിറ്റ് നോക്കുക. കണ്ടിന്യൂസ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ഫംഗ്ഷൻ്റെ ഡയറക്റ്റ് വാല്യൂ കണ്ടാൽ മതി. നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വഴി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. Therefore there is no number L which is approximated by delta x/x as x tend to 0. നമുക്കിത് ലിമിറ്റിൻ്റെ അല്ലാത്ത നോഷനിൽ തന്നെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. 0 ഇതാണ് 0ൻ്റെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു ചെയ്യുക, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു. റൈറ്റിൽ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ലിമിറ്റിൻ്റെ വാല്യൂ ആക്ച്വലി 1 ആണ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നു വിചാരിക്കുക. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 0ലേക്ക് എത്തുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആക്ച്വലി -1 ആണ്. Therefore limit does not exist. Both right hand limit and left hand limit does not coincide. Therefore actually here limit does not exist. Therefore function is not continuous at x not equal to 0, but it is continuous at all other point. If we check here 1 പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഫുൾ 1 തന്നെയാണ്. എങ്ങനെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും ഫംഗ്ഷൻ്റെ വാല്യൂ 1 തന്നെയാണ്. So function signum function is continuous all point except x not equal to
എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ഒഴികെ ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് ആണ്. It is possible to define the notion of one-sided limit so that the function like delta x, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടും ഈക്വൽ അല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പറയുന്നൊരു കാര്യം, ഒരു ബോൾ ബൗൺസ് ചെയ്യുന്ന കാര്യം നോക്കൂ, ഒരു വേവ് ആയിട്ടല്ലേ നമുക്ക് കിട്ടുക. ഒരു ബോൾ ബൗൺസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ ഫോമിലായിരിക്കും ഉണ്ടാവുക. ആക്ച്വലി ദാറ്റ് ഈസ് എ വേവ് ഫംഗ്ഷൻ. വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും, ബോൾ മേലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു, ബൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞോ കൂടിയോ ഒക്കെ വരാം, അതിൻ്റെ ഫ്ലോറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഫോഴ്സും തിക്നെസ്സും വെച്ചിട്ട് നമ്മളങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? ഫംഗ്ഷൻ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇങ്ങനെ വേവായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ കേസിൽ നമ്മൾ ലിമിറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റും ആക്ച്വലി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സൈൻ ഫംഗ്ഷൻ ഇങ്ങനെ വൈബ്രേഷൻസ് ഒക്കെ നോക്കുന്ന പോലെ ആക്ച്വലി അവിടെ എന്തായിരിക്കും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ബൗൺസ് ചെയ്യുന്നതിനനുസരിച്ച്. ആക്ച്വലി അങ്ങനെയാണ് വരിക. നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്ന കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ലിമിറ്റിൻ്റെ ഒക്കെ കണ്ടു നോക്കാം. ഫൈൻ എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 1/x. ഇനി ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റ് വാല്യൂവിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ലിമിറ്റാണ്. ഇനി നമ്മൾ ഇൻഫിനിറ്റ് വാല്യൂ, വെരി വെരി ലാർജ് വാല്യൂവിലേക്ക് എന്തായിരിക്കും ഫംഗ്ഷൻ്റെ പോക്ക് എങ്ങോട്ടേക്കായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 1/x. 1/xൻ്റെ ഗ്രാഫ് ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 1/x. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 1/x. ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എക്സ് ലാർജ് വാല്യൂസിലേക്ക് പോകുമ്പോൾ വൈ ആക്സിസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0ലേക്ക് അടുക്കുന്നു. ദെർഫോർ ദി ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 1/x is equal to 0. Now next term നോക്കിയോ, 2x plus 1 divided by 3x plus 1. 2x plus 1 divided by 3x plus 1. ഈ ലിമിറ്റ് നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 1/x is equal to 0. ഈ ലിമിറ്റ് നമുക്കറിയാം എക്സിസ്റ്റ് ചെയ്യുന്നു 0. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് മാറ്റി ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി 2 plus 1/x divided by 3 plus 1/x that is equal to x ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ 1ൻ്റെ ഡിനോമിനേറ്ററിൽ 1/x വരും, ഇവിടെയും 1ൻ്റെ ഡിനോമിനേറ്ററിൽ 1/x വരും. എക്സും ക്യാൻസൽഡ് ആയി. അപ്പോൾ 2 plus 1/x divided by 3 plus 1/x. നൗ കോഷ്യൻ റൂൾ യൂസ് ചെയ്യുക. കോഷ്യൻ റൂൾ ആൻഡ് സം റൂൾ ഹിയർ യൂസ് ചെയ്യുക. 2 plus 0 divided by 3 plus 0 that is equal to 2/3. Now here limit x tend to minus infinity. ഇവിടെ ഇൻഫിനിറ്റിയാണ്, ഇവിടെ മൈനസ് ഇൻഫിനിറ്റിയാണ്. 5x square minus 3x plus 2 divided by x square plus 1 that is equal to x tend to minus infinity 5 minus 3/x plus 2/x square. x square കോമൺ ആയിട്ട് എടുത്തു. 1/xൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, 0ലാണ് പോകുന്നത്. അഗെയിൻ 1/xും കൂടി എടുത്തു കഴിഞ്ഞാൽ 0. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1/x square, അതിൻ്റെ ലിമിറ്റ് എങ്ങോട്ടേക്ക് പോകും? പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് 0ലേക്ക് പോകും. Therefore 5 minus 3/x plus 2/x square divided by 1 plus 1/x square that is equal to 5 minus 0 plus 0 divided by 1 plus 0 that is equal to 5. ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? ആക്ച്വലി 5 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ആക്ച്വലി ഹിയർ 1/xൻ്റെ ലിമിറ്റ് 0 ആണ്. നമുക്ക് എക്സ് ലാർജർ വാല്യൂയിലേക്ക് പോകുമ്പോൾ ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കുക. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാഫ് വരച്ച് 1/x എക്സ് ഹൈ ലാർജ് വാല്യൂസിലേക്ക് പോകുമ്പോൾ 1/x വൈ ആക്സിസിനോട് അടുത്ത് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0ലേക്ക് അടുത്ത് വരും. ഇനി അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. 1/x square 1/x cube 1/x raised to 4. ലിമിറ്റ് എക്സ് ടെൻ ടു ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി 1/x raised to n goes to 0. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ഇത് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 1/x ഡിനോമിനേറ്ററിൽ വരും. അങ്ങനെ എക്സും
ക്യാൻസൽ ചെയ്തിട്ടാണ് 2+0 ഡിവൈഡഡ് ബൈ 3+0 2/3 എന്ന് പറയുന്ന ലിമിറ്റ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഫോർ ദി ഫംഗ്ഷൻ. ഈ ഫിഗർ നോക്കുക, ഗ്രാഫ് നോക്കൂ. എക്സ്റ്റെൻഡ് ടു ഇൻഫിനിറ്റി, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് പോകുന്നത് നോക്കൂ. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഹിയർ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നു. എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നു. ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു? ആക്ച്വലി 0ലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ x is equal to minus infinity, extend to minus infinity, f of x goes to 0 and x infinity like function goes to 2 and x goes to minus infinity, function goes to 0. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നോക്കുക. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ് ആക്സിസിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകും തോറും ഫംഗ്ഷൻ എങ്ങോട്ട് പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും ആക്ച്വലി വരിക. ഇനി വേറൊരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ലിമിറ്റ് പോവുക. ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ x0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ലിമിറ്റ് എങ്ങോട്ടേക്ക് പോവുക? 0ലേക്ക് പോവുക. നേരത്തെ തന്നെ 1/xൻ്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞു, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 1/xൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1/x ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, റൈറ്റ് ഹാൻഡിലൂടെ അപ്രോച്ച് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ 1/x നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുപോലെ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ x0 ഒരു പർട്ടിക്കുലർ വാല്യൂ x0 എഫ് ഓഫ് എക്സ് ബിക്കംസ് ആർബിട്രറിലി ലാർജ്. എഫ് ഓഫ് എക്സ് ഹൈലി വലിയ വാല്യൂവിലേക്ക് പോകുന്നു ഫോർ എ ആൻഡ് പോസിറ്റീവ് ആസ് എക്സ് അപ്രോച്ചസ് x0. then we write limit extend to x0 f of x is equal to infinity. In this case, limit extend to x0 f of x does not, strictly speaking, infinity is not a number. Infinity is not a number, but we just write it as limit extend to x0 f of x is equal to infinity. Similarly, if x extend to x0 f of x is equal to minus infinity, the limit f of x as x approaches to x0 is minus infinity. If we check 1/x, f of x is equal to 1/x, limit x tend to 0 plus 0 റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ f of x 1/x goes to infinity and 0 ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് x tend to 0 minus f of x 1/x is equal to minus infinity. നമുക്ക് അങ്ങനെ കിട്ടും. നമുക്ക് വേറെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫൈൻഡ് ലിമിറ്റ് x tend to 2 minus 3x by x square minus 4x plus 4. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതിന് നമ്മൾ ആക്ച്വലി ഫംഗ്ഷനെ മാറ്റി എഴുതുന്നു. ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു minus 3x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. ആൻഡ് നമ്മൾ ലിമിറ്റ് കാണേണ്ടത് എക്സ് ടെൻ ടു 2-ലാണ്. എക്സ് ടെൻ ടു 2-ലാണ് ആക്ച്വലി നമുക്ക് ലിമിറ്റ് കാണേണ്ടത്. നമ്മൾ ഫോർ എക്സ് നിയർ 2 ദ ന്യൂമറേറ്റർ ഈസ് നിയർ -6 while the denominator, അതായത് ന്യൂമറേറ്റർ നോക്കും -3 × 2 6, ഡിനോമിനേറ്റർ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി 0ലേക്ക് പോകുന്നു. ആക്ച്വലി -6/0 ഫോം. -6/0 ആക്ച്വലി ദാറ്റ് ഗോസ് ടു മൈന്യൂട്ട് വാല്യൂസിലേക്ക് പോകുമ്പോൾ ആക്ച്വലി അതെന്ത് പോകുന്നു? ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. സോ ദ കോഷ്യൻ്റ് ഈസ് ലാർജ് ആൻഡ് നെഗറ്റീവ്. അതായത് എക്സ് 2ലേക്ക് അടുക്കും തോറും ഈ ഡിനോമിനേറ്റർ 0ലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് വാല്യൂ ആകുന്നു. അപ്പോൾ -6 ഡിനോമിനേറ്റർ ഒരു 0ലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താകുന്നു? ആക്ച്വലി ഇറ്റ്സ് ഗോസ് ടു എ ലാർജ് നെഗറ്റീവ് നമ്പർ, വെരി ലാർജ്, ആർബിട്രറിലി ലാർജ് നെഗറ്റീവ് നമ്പറിലേക്ക് മാറുന്നു. ആ ആർബിട്രറിലി ലാർജ് നെഗറ്റീവിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് -ഇൻഫിനിറ്റി. അപ്പോൾ 0ലേക്ക് എക്സ് 2ലേക്ക് അടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0ലേക്ക് അടുക്കുന്നു, ഫംഗ്ഷൻ ലാർജ്ലി നെഗറ്റീവ് നമ്പറിലേക്ക് പോകുന്നു. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കുകയുണ്ടോ? 2ലേക്ക് അടുക്കും തോറും ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോകുന്നുണ്ടോ? ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ടോ? ലെഫ്റ്റിൽ നിന്ന് വരുമ്പോഴും നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക്, റൈറ്റിൽ നിന്ന് വരുമ്പോഴും നെഗറ്റീവ് ഇൻഫിനിറ്റി. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം b is equal to x tend to 0 3x plus 2 divided by x. അവിടെയും 0 ആണ്, ഡിനോമിനേറ്റർ 0 വരുമ്പോഴാണ് പ്രശ്നം.
ആക്ച്വലി ദാറ്റ് വിൽ ബി ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി സീറോയിലേക്ക് അടുക്കുന്നതോറും ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കി പോകുന്നത് സീറോ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ സീറോയിലേക്ക് അടുക്കുന്നതോറും ഫംഗ്ഷൻ വാല്യൂ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും, അതായത് പോസിറ്റീവ് ലാർജ് പോസിറ്റീവ് നമ്പറിലേക്കും, ആൻഡ് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലാർജ് പോസിറ്റീവ് നമ്പറിലേക്കും, ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലാർജ് നെഗറ്റീവ് നമ്പറിലേക്കും പോകുന്നു. അപ്പോൾ ഫംഗ്ഷൻ എന്താവുന്നു? പോസിറ്റീവ് ആവുന്നു, നെഗറ്റീവ് ആവുന്നു. സീറോ പ്ലസിൽ നിന്ന് വരുമ്പോൾ ആക്ച്വലി ഇറ്റ് ഗോസ് ടു പ്ലസ് ഇൻഫിനിറ്റി, ആൻഡ് സീറോ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ആക്ച്വലി ഇറ്റ് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇപ്പോൾ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ബട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആർ ഹൈലി ലാർജ് ഇൻഫിനിറ്റ് വാല്യൂസ്. എത്രയാണ് ഈ സെക്ഷൻ വരുന്നത്? ഇനി നമുക്കിത് പിന്നീട് ഡിസ്കസ് ചെയ്യുമ്പം പറയാം. ബാക്കി പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഞാൻ PDF ഇട്ട് തരാം. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.